ഡിബേറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ആദ്യം രജിൻ എസ് ഉണ്ണിത്താനിലേക്കാണ്. രജിൻ, ഈ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ സമൂഹത്തിൽ വരുമ്പോൾ അത് മതപരമായ ആളുകളെ വിഭജിക്കുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയം ഇവിടെ വളരെ കൃത്യമായി പ്രകടമാകുകയാണ്. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. നേരത്തെ അത് കാശ്മീരിൽ നമ്മൾ കണ്ടു. അവിടെ വിഘടനവാദത്തിൻ്റെ ആ വിഘടനവാദ രാഷ്ട്രീയത്തിൽ നിന്ന് വളരെയേറെ മുക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കാശ്മീർ ഇപ്പോൾ. അവിടെ വളരെ കൃത്യമായി വന്ദേ മാതരം ചൊല്ലാം. അവിടെ തിരങ്ക യാത്രയുമായി നടന്ന ദൃശ്യങ്ങളൊക്കെ ഏതൊരു ഭാരതീയനും വലിയ ഊർജം നൽകുന്നതാണ്. പക്ഷേ ഇവിടെ കേരളത്തിലേക്ക് കാശ്മീരിൽ എന്തുണ്ടായോ അതൊക്കെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് കേരള സമൂഹത്തെ ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന അപകടം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നോക്കൂ നീലിമ, ഞങ്ങൾ ഒരു പരിവർത്തനത്തിനും അല്ലെങ്കിൽ ഒരു കാര്യത്തിനും നിൽക്കുന്നില്ല. ദേശീയ ഗീതം എന്ന ഈ പറയുന്ന വന്ദേ മാതരം അവസാനത്തെ സ്റ്റാൻസ് കൂടി പാടണം എന്ന് നിർബന്ധം പിടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അവരുടെ ഒരു രാഷ്ട്രീയ ലൈൻ, ആ ലൈനും വെച്ചുകൊണ്ടാണ് കേരളത്തിലെ BJP പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ, ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ പള്ളികളുടെ മുന്നിൽ പറയട്ടെ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അപ്പോ BJP ഈ പറയുന്ന കാർഡും അടിച്ചു വെച്ചുകൊണ്ട് ക്രിസ്മസിനും ഈ ഈസ്റ്ററിനും ഒക്കെ പള്ളിയുടെ വരാന്തകളിൽ പോയിരുന്ന് കാർഡ് വിതരണം നടത്തുന്നുണ്ടല്ലോ. ഈ നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങൾക്കായി നിങ്ങളുടെ 3 MLA വോട്ട് ചെയ്ത ക്രൈസ്തവ സഹോദരങ്ങളുണ്ടല്ലോ, അവരോടെല്ലാമാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ മതത്തിന്റെയും കൂടെ വരികൾ പാടണമെന്ന്. ഞങ്ങൾ അത് മുമ്പേ കണ്ടുകൊണ്ട് എല്ലാ മതക്കാർക്കും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ഈ പറയുന്ന ദേശീയ ഗീതം അത് പാടിയാൽ മതി എന്ന ആ രീതിയിൽ തന്നെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ ദേശീയതയുമായി ബന്ധപ്പെട്ടും ആ ഗീതം അങ്ങനെ നിൽക്കുകയാണ്. അവിടെ എല്ലാം അടിച്ചേൽപ്പിക്കൽ മനോഭാവമായി നിൽക്കുന്ന കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ നന്ദു ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട 2-3 കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാം. അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും രണ്ടാണ്. ഈ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുഹമ്മദ് ജിന്നയുടെ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗുമായി ബന്ധമുണ്ടായിരുന്നത് സവർക്കറാണ്. നന്ദു എവിടെയാണ്? സിന്ധ്യയിലും വടക്ക് പടിഞ്ഞാറൻ പ്രവാസികളിലും നിങ്ങൾ ഒന്നിച്ച് ഭരണം, അതായത് ഈ സവർക്കറുടെ പാർട്ടി ഉണ്ടല്ലോ, ഹിന്ദു മഹാസഭയും അതുമായി ഒന്നിച്ച് കൈകോർത്ത് ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായത്. പറയട്ടെ നിങ്ങൾ പറയട്ടെ 27 വർഷക്കാലം കഠിന തടവിന് C ക്ലാസ് ജയിലിൽ കിടന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഞങ്ങൾ ബഹുമാനിക്കുന്നത്. അല്ലാതെ ഹിന്ദു മഹാസഭയുടെ ആശയം ഞങ്ങളുടെ അല്ല. അതെന്താ ശ്യാമപ്രസാദ് മുഖർജി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ബംഗാളി അദ്ദേഹം ധനമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ പറയുന്ന പാകിസ്ഥാൻ വിഭജനവുമായി ഈ പറയുന്ന പ്രമേയം അവിടെ അവതരിപ്പിച്ചത്. എന്താണെന്ന് മുസ്ലിം ലീഗിനെ തള്ളിപ്പറയാനുള്ള ആവതൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനോ ഇല്ല. നിങ്ങളുടെ സോണിയയ്ക്ക് പോലുമില്ല. മക്കൾ ജയിക്കണമെങ്കിൽ അവിടെ വയനാട്ടിലെ പ്രത്യേക ന്യൂനപക്ഷ വിഭാഗം കനിയണം.